ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് ബാക്ക്ഗ്രൗണ്ട് ബലൂൺ സെറ്റിങ്സ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് നമ്മുടെ ആൻഡ്രൂസിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് നമ്മളൊരു ഫംഗ്ഷനൊക്കെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നാത്തൂനൊക്കെ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ആണോ? ജൂൺ 7 വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എൻ്റെ തൊണ്ടയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല, 2 ദിവസം കൊണ്ട് അലക്കുകയും പിള്ളേരോടൊക്കെ അലക്കുകയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഭയങ്കര തൊണ്ടവേദനയായിരുന്നു കേട്ടോ. അതൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഒരു ക്ലാരിറ്റി കുറവില്ലേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അനിയനൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ടേബിൾ സെറ്റ് ചെയ്ത് തലേന്ന് സെറ്റ് ചെയ്ത് ചെറിയൊരു ടീപ്പുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞിന് ഹൈറ്റ് അത്രയും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കുനിഞ്ഞിന്ന് മുറിക്കേണ്ടി വരുമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ വേറൊരു ടേബിൾ എടുത്തിട്ട് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്കൊക്കെ കൊണ്ടുവന്നു. കേക്ക് ഞാൻ കാണിച്ചു തരാമേ. ബ്ലൂബെറിയുടെ കേക്കായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ റിലേറ്റീവ്സൊക്കെ ഒരു 11 മണിയായപ്പോൾ തന്നെ എല്ലാവരും വന്നു കഴിഞ്ഞു കേട്ടോ. ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ടൈമായപ്പോൾ എൻ്റെ ചുരിദാർ ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കവർ കാണുന്നില്ല. കാര്യം കുഞ്ഞിന് തലേന്ന് തന്നെ കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടി തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കവറെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ചുരിദാർ ഓൾട്ടർ ചെയ്തുകൊണ്ട് വന്നിട്ട് ഏത് കവറിലാണ് വെച്ചതെന്ന് ഒരു പിടുത്തമില്ല. കുറേ കവർ ഇരിക്കുന്നു, തപ്പിയിട്ടൊന്നും കിട്ടില്ല. ലാസ്റ്റ് ആകെ വിഷമമായി കേട്ടോ. കാര്യം ഞങ്ങളൊരു ഡ്രസ് കോഡൊക്കെ വെച്ചിട്ട്, പക്ഷേ എൻ്റെ ഡ്രസ്സിന് ഇത്തിരി കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. എന്നാൽ ഡ്രസ് കോഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു പർപ്പിൾ കളർ വെച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്പോൾ എൻ്റെ ഡ്രസ്സ് കാണുന്നില്ല ടൈമായപ്പോൾ. അപ്പോൾ അത് തപ്പുമായിരുന്നേ. അവസാനം കണ്ട് കിട്ടി. എന്നിട്ടാണ് റെഡിയായത്. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ ഒരു ആദ്യുർബാന ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ട് ഞാൻ വന്നു. അപ്പോഴത്തേക്ക് റിലേറ്റീവ്സൊക്കെ വന്നു. ഇനി അപ്പം നമുക്ക് കേക്കൊക്കെ മുറിക്കാനുള്ള പരിപാടിയിലേക്കാണ്. അപ്പം എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ടാനിയാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ പരമാവധി എല്ലാവരെയും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയ കേട്ടോ. കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയ അവധി ദിവസം ആയതുകൊണ്ട് പിന്നെന്താ എല്ലാവരും വന്നൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി. ഇനി ആൻഡ്രൂസിൻ്റെ ഡ്രസ്സ് അങ്ങ് ചേഞ്ച് ചെയ്തു കേട്ടോ. പർപ്പിൾ കളറാണ് എല്ലാവരെങ്കിലും. ആൻഡ്രൂസിന് ഞങ്ങൾ സെലക്ട് ചെയ്തത് വൈറ്റ് ആയിരുന്നു കേട്ടോ. വൈറ്റ് ഒരു കോട്ടൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സായിരുന്നു. കാരണം എല്ലാവരിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ആൻഡ്രൂസിന് വൈറ്റ് ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് കേക്കിന് വൈറ്റും പർപ്പിളും കൂടെ കൊടുത്ത് നമ്മൾ ബ്ലൂബെറിയുടെ കേക്ക് സെലക്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട്. ഇത് കരാട്ട മാസ്റ്ററിൻ്റെ പെങ്ങളാണ്. പെങ്ങളും മാസ്റ്ററാണ് കേട്ടോ. കരാട്ട മാസ്റ്ററാണ്. അപ്പം പെങ്ങളുടെ കുഞ്ഞുമാണ് കേട്ടോ. കുറച്ച് പേരെയൊക്കെ നിങ്ങൾക്കറിയാം. എൻ്റെ ഫാമിലി കാണുന്നവർക്ക് എല്ലാവർക്കും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ അറിയാം കേട്ടോ. പിന്നെ അറിയാത്തവരെയാണ് ഞാൻ ഈ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. ഇവരെല്ലാവരും നിങ്ങളെ ഞാൻ മറ്റ് വീഡിയോകളിലൂടെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഞാനെൻ്റെ ഫ്രണ്ട്സാണ്. ഇത് മാസ്റ്ററാണ്, കരാട്ട മാസ്റ്ററാണ്. അപ്പോൾ അറിയാത്തവരെയാണ് ഞാൻ ഈ പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ ആൻറ്റിമാരെയും റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം അറിയാമെന്ന് എനിക്കറിയാം. കാണുന്നവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് ഫോട്ടോസൊന്നും കൂടുതൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. ആൻഡ്രൂസ് ഭയങ്കര നിർബന്ധമായിരുന്നു. അവൻ ആ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരെയും ഇത് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. വീഡിയോ എടുക്കുന്നതിനാണ് എന്നെ അടിക്കാൻ വന്നത് കേട്ടോ. എന്നാൽ പിന്നെ അതവിടെ കിടന്നുകൊണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ചു കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോ എടുത്ത് ഉറപ്പായിട്ട് ഇട്ടിരിക്കും. ഓക്കെ, അപ്പം ഇത് സ്റ്റെഫിയാണ് കേട്ടോ. സ്റ്റെഫിയൊക്കെ അവരൊക്കെ ഇറങ്ങുകയാണ്. മമ്മിയുടെ അനിയത്തിയുടെ മരുമോളാണ്. അവർ ഇറങ്ങുകയാണ്. USA നിന്ന് ഇപ്പോൾ വന്നതാണ് കേട്ടോ സ്റ്റെഫിയെ. പിന്നെ ഇത് പപ്പയുടെ അനിയൻ്റെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ 4 മാസം. അപ്പോൾ ഇയാളെ ഒന്നും കണ്ടിട്ടില്ല, കാണാൻ വഴിയില്ലല്ലോ വീഡിയോയ്ക്കകത്ത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തതാണ് കേട്ടോ.
അപ്പോൾ ഇത് ടാനിയുടെ കസിൻസ്, അത് ടാനിയുടെ കസിൻസ് അല്ല, ഞങ്ങളുടെ കസിൻസാണ്. കാര്യം ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. ഫ്രണ്ട്സ് എന്നോ അനിയത്തി കുട്ടികളും ചേട്ടത്തി കുട്ടികളും ഒക്കെയാണ്. അവിടെ വീഡിയോ എടുപ്പും ഷോർട്ട് വീഡിയോ എടുപ്പും ഡാൻസും ആകെ ബഹളമാണ് ഇവൾമാർ കേട്ടോ. ഇത്രയും വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഇതൊക്കെ കാണുന്നത്. അവരിവിടെ മേളിൽ നിന്നിട്ട് പിള്ളേരെ കാണാതെ വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 മിസ്സുമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജയ മിസ്സും ശിവ മിസ്സും. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു. കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത് പിന്നെ പപ്പയുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. 2 പേരും, മോളും കൊച്ചുമോളുമാണ്. ഇതെൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. ഈ കുഞ്ഞ് പ്രത്യേകം എടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് പപ്പയുടെ ചേട്ടൻ്റെ മോളാണ്. ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. കുറേ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരെല്ലാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് ഓരോരുത്തരെയും പറഞ്ഞത്. പിന്നെ വീഡിയോസിൽ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നവരെയാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ ഓടിപ്പോകുന്നത്. ഇതാണ് എൻ്റെ കുട്ടി സബ്സ്ക്രൈബർ. ഇവരെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ ബന്ധുക്കാരെല്ലാവരും ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമല്ലോ. പിന്നെ പ്രത്യേകം എടുത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പം അവരുടെ സ്നേഹം കൊണ്ട് എനിക്ക് കേക്ക് തന്നു. പിന്നെ കേക്ക് കണ്ട് നമ്മൾ വിടത്തില്ലല്ലോ, കൈയോടെ വാങ്ങിച്ചങ്ങ് കഴിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞുമാവെ കാണിക്കാമേ. കണ്ടോ, കുഞ്ഞുമാവെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോവുക. സമയമൊക്കെ നോക്കുന്നുണ്ടോ, എല്ലാവരും പോവുക. ഭയങ്കര ധൃതി എല്ലാവർക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഫംഗ്ഷനൊക്കെ വെക്കുന്നതുകൊണ്ടൊരു സന്തോഷമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരോടും ഒരുമിച്ച് കൂടാൻ പറ്റുന്നു. അല്ലെങ്കിൽ ആർക്കും സമയമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരുമിച്ച് കാണാനും എടുക്കാനും ഒന്നും ഇപ്പോൾ സമയമില്ല കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി എല്ലാവരും കൂടെ ഒരു 2 വീക്കൊക്കെ കൂടുമ്പോൾ ഒരു കുടുംബ യോഗമൊക്കെ വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും അതിനൊന്നും ആർക്കും ടൈമില്ല. ഒരു ബർത്ത്ഡേ ഫങ്ഷൻസോ ഒരു കല്യാണമൊക്കെ വരുമ്പോഴാണല്ലേ എല്ലാവരോടും ഒരുമിച്ചൊന്ന് കാണുകയും ഭയങ്കര അതൊക്കെ ഒരു സന്തോഷമല്ലേ സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ എനിക്ക് 1-2 പേരെ മിസ്സായിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും 1-2 ഫാമിലി മിസ്സായിട്ടുള്ളൂ. അങ്ങനെ ഒരാൾ ഉറക്കമൊക്കെ എണീച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ രാത്രിയായി കേട്ടോ. ബാക്കി എല്ലാവരും പോയി, കുറേ പേരൊക്കെ പോയി. കുറച്ച് പേരൊക്കെ ഞങ്ങൾ രാത്രിയിലും ഇനിയും അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വരാനുണ്ട്. ഇത് പപ്പയുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പം രാത്രിയിൽ അപ്പുറത്തെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു വൈകിട്ട് 5 മണിക്ക്. അപ്പോൾ അതിൻ്റെ സ്നാക്സ് കൊണ്ടുവന്നതാണ്. അതിന് ഉള്ളിവടയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കഴിക്കുകയാണ്. കുറച്ച് പേര് പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെയും ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ കുറേ പേര് വരാനുണ്ട്. ഇത് മമ്മിയുടെ അനിയത്തിയുടെ മോള് സ്നേഹ നേഴ്സിംഗ് പഠിക്കുന്നു. കുറച്ച് പേരിങ്ങനെ എടുത്ത് കാണിക്കുന്നവരെ ഞാൻ ഈ എടുത്ത് പറയുന്നത് കേട്ടോ. അതിനിനി ആരും എന്നെ കൊല്ലാൻ വരല്ലേ. അപ്പം ഞാനിതുവരെ കുളി നനയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പോയി കുളിക്കണം, കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയി കുളിക്കണം. പിന്നെ ഇത് പപ്പയുടെ ചേട്ടൻ്റെ അനിയൻ്റെ മോളാണ്. പിന്നെന്താ പിന്നെ എന്ന് കുറേ പ്രാവശ്യം വരുന്നുണ്ടല്ലേ. എനിക്കറിയത്തില്ല, സൗണ്ടിനിടയിൽ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല ആ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. ഇവിടെ ഇപ്പം സാറ്റൊക്കെ കളിക്കുവാണ്. സാറ്റോ എന്തൊക്കെയോ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കരച്ചിലുണ്ട്, ബഹളമുണ്ട്, അടിയുടക്കമുണ്ട്. ഇതിന് ഞങ്ങളാരും ഇടപെടാൻ പോകത്തില്ല. അവർ തന്നെ അടിയുണ്ടാക്കി അടി അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് അവർ തന്നെ അങ്ങ് തീർത്തോളും. ഇടപെടാൻ പോയി കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാവും കേട്ടോ. ഇപ്പോൾ 2 പേര് പാത്തിരിക്കുക. അവർ തപ്പുവാണ് ആദവും ഏതെല്ലാം കൂടെ വന്നിട്ട്. അവർ സ്കൂൾ തുറന്നിട്ട് ഒരു ദിവസത്തെ ക്ലാസ് ഉള്ളായിരുന്നു. പിന്നെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവധിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു ദിവസം കൂടെ കിട്ടിയെന്ന് പറയാം കേട്ടോ. 1-2 ദിവസം കൊണ്ട് എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. 2 ദിവസം അവധിയായിരുന്നല്ലോ. അപ്പം പിന്നെന്താ, വൈകിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് എല്ലാ വിശേഷങ്ങളൊക്കെ പറയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി പിന്നെ കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. ഇപ്പം ഇവിടുത്തെ 2 താരങ്ങളാണ് ഇപ്പോൾ ഇവർ 2 പേരും കേട്ടോ. മറ്റവരൊക്കെ ഒന്ന് ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാർക്കസും ഒന്ന് ആൻ്റണിയും. ഇവർ തമ്മിൽ 3 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു. വന്നവർക്ക് ഉമ്മ കൊടുക്കുന്നു. ആൻറ്റിക്ക്, മമ്മിയുടെ അനിയത്തിയാണേ ഇത്, എല്ലാവർക്കും ഉമ്മ കൊടുപ്പും. അങ്ങനെ സമയം പോകുന്ന അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ടൈം നോക്കിയപ്പോൾ പിന്നെ കാണുന്നത് 11 മണി. രാത്രി 11 മണിയായിട്ട് നമ്മുടെ ഈ ബർത്ത്ഡേയുടെ ആൾക്കാരെല്ലാം വന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ. കാര്യം എന്ന് വെച്ചാൽ രാത്രിയിലും ആൾക്കാർ വരും. അറിയായിരുന്നു, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ രാത്രി അറേഞ്ച് ചെയ്ത പൊറോട്ടയും ബീഫൊക്കെ ആയിരുന്നു കേട്ടോ. കാര്യം രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ വൈകിട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ പൊറോട്ടയും ബീഫും അറേഞ്ച് ചെയ്തു. പിന്നെ കുറേ നേരം കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്തി അവിടെ നിന്ന് സംസാരമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗാനമേള എന്ന് വെച്ചാൽ
അനിയനും പാട്ട്, ടാനിയ പാട്ട്, ഇവിടുത്തെ രണ്ട് പിന്നെ ആദവും ഏതലിനും ഇച്ചൂസും ഇവരെല്ലാം പാട്ട് പാടൊക്കെ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് നേരം മൊബൈലിൽ ഗെയിം കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോഴേ വീഡിയോ കണ്ടപ്പോഴാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അനിയൻ്റെയും ടാനിയുടെയും ടീംസിൻ്റെ ഒരു ഗാനമേളയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് പാടാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇനി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അനിയനും ടാനിയും കൂടെ ചേർന്നിട്ട് പാട്ടൊക്കെ പാടി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോവാണ്. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കുറേ പേരൊക്കെ പോയി കേട്ടോ. കുറച്ച് പേര് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പിറ്റേന്നാണ് പോയത്. അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ പോയതിന് ശേഷം ഞങ്ങളിനി ഫുഡ് കഴിക്കണം കേട്ടോ. അതിന് മുമ്പ് ഫുഡ് കഴിക്കുന്നത് എങ്ങനെ, ഇവരുടെ ഗാനമേള കഴിഞ്ഞാലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ പിള്ളേർക്ക് മൈക്ക് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. പിന്നെ എല്ലാവരെയും കൊണ്ട് ഓരോ പാട്ടൊക്കെ പാടിച്ചിട്ട് ഞങ്ങളും ഫുഡ് കഴിച്ചു. ഏതാണ്ട് ഒരു രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.